ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദേവുട്ടിയുടെ സ്കൂൾ തുറപ്പാണ് കേട്ടോ. ദേവുട്ടിയെ രാവിലെ ഞാൻ വിളിച്ചുണർത്തുവാണേ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോവാതെ തന്നെ വാ, എണീറ്റ് വാ, നല്ല എണീറ്റ് വാ. ദേവുട്ടിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം കേട്ടോ. രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി അവളോട് പല്ല് തേച്ച് റെഡിയായി വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി ഇട്ടു. ചപ്പാത്തിക്ക് കറി ബീഫാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ഇന്നലെ മേടിച്ചാണേ. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം. എഡിറ്റ് ചെയ്തില്ല. ഇത് സ്കൂളിൻ്റെ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേവുട്ടി ആ ചപ്പാത്തി കഴിക്കുകയാണ്. അവൾക്ക് ഒരുപാട് ഏരിയൊന്നും വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് മൂസിക്ക് വരുന്നുണ്ട്. മൂസിക്ക് ദേവുട്ടിയെ കണക്കാണ് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടു, ഞാനും കഴിച്ചു, കുളിച്ച് റെഡിയായി. എനിക്ക് അവൾക്കൊപ്പം സ്കൂളിൽ തന്നെ ഇരിക്കണം കേട്ടോ. അവൾ ഉച്ച വരെ അവളോട് ഇരിക്കണം. അവളെ ഞാൻ ഒരുക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്, നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. 2 മാസങ്ങൾക്ക് ശേഷം കൂട്ടുകാരെയൊക്കെ കാണുകയല്ലേ. സ്കൂളിൽ ചെന്നിട്ട് നല്ല ബഹളമായിരുന്നു അവൾ കേട്ടോ. ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും അവളുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്. ദേവുട്ടി എവിടെ എപ്പോഴും തിരക്കും. ദേവുട്ടി എവിടെ, ദേവുട്ടി എന്ത് ചെയ്യുന്നു, ദേവുട്ടി ഇന്ന് കൊണ്ടുവരുമോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വന്നു, അവളെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കയറി അങ്ങനെ ദേവുട്ടിയുടെ പഴയ ക്ലാസ് റൂമാണ്, പഴയ ക്ലാസ് ടീച്ചറുമാണേ. ടീച്ചറൊക്കെ കണ്ടപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിൽ ചാടി ഓടി അങ്ങ് കയറി. എൻ്റെ കയ്യിൽ ബാഗൊന്നും മേടിച്ചില്ല. അങ്ങനെ അവിടെ ചെന്ന് ഇരുന്നപ്പോഴാണ് ബാഗ് വാങ്ങിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അമ്മയുടെ കയ്യിൽ ബാഗുണ്ട്, ടീച്ചറെ എൻ്റെ ബാഗ് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വാതിൽക്കൽ തന്നെ നിൽക്കുവാണ്. അങ്ങനെ ടീച്ചർ ഒന്ന് ബാഗൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ നമ്മളെ മോളക്കുള്ള സ്കൂൾ കടയ്ക്കൽ UPSലാണ് കേട്ടോ. മോളെ സ്കൂള് കടയ്ക്കൽ UPSലാണ് കേട്ടോ. അവൾ 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ അവൾ ഇരിക്കുന്നത്. ഇനി 7ാം ക്ലാസ്സിലേക്ക് ക്ലാസ് റൂം മാറ്റിയിരുത്തും. മാറ്റിയിരുത്തതിന് മുന്നായിട്ട് 6ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. സ്കൂൾ കെട്ടങ്ങൾ പുതിയതൊക്കെ വരുന്നുണ്ട്. നല്ല സ്കൂളാണ് കേട്ടോ. നല്ല അധ്യാപകരും ചിരിയാണ് മെയിൻ. ചിരിയാണ് സാറേ എൻ്റെ മെയിൻ എന്ന് പറയുന്നത്. പിള്ളേരെ കണ്ടെങ്കിൽ പിള്ളേർക്ക് ചെറിയ ദേവത്തിൽ അമ്മയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി പിള്ളേരൊക്കെ ചെയ്യുന്നു. പിന്നെ കുഞ്ഞു മക്കൾ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ സ്കൂളും പരിസരമൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ് ചേട്ടനെ ക്ലാസ് റൂമിലാക്കി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു വാവ, ക്യൂട്ട് വാവ. എന്ത് രസമുണ്ടെന്നറിയാമോ കുഞ്ഞിനെ കാണാനായിട്ട്. അവൾക്ക് ദേഷ്യ വിഷമോ അങ്ങനെ ഒന്നുമില്ല. ഉറക്കം വരുന്നുണ്ട്, വയറ് വിശക്കുന്നുണ്ട്, അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ ക്ലാസ് റൂമിലേക്ക് നോക്കും. ദേവുട്ടി ആ ക്ലാസ് റൂമിൽ പിള്ളേർക്കൊപ്പം തകർക്കുവാണ്. കൂട്ടുകാരെയൊക്കെ കുറേ നാൾ കണ്ടതിന് ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. പിന്നെ പ്രവേശനോത്സവമാണ് കേട്ടോ. മേഘങ്ങൾ കൊണ്ടൊരുക്കിയ പൂവർഷത്തിൻ പൂന്തോപ്പിൽ
സ്വതന്ത്രഭൂവിൽ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമരും സ്വതന്ത്രഭൂവിൽ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൽ പൊൻതൂവലിന ചിറകുകൾ നെയ്തിടാം ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. നല്ല ഡാൻസായിരുന്നു കുഞ്ഞുമക്കളെ ഡാൻസ്. അവർ പ്രവേശനോത്സവ ഡാൻസാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് കുട്ടികളെ ക്ലാസ്സുകൾ മാറ്റിയിരുത്തുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. നിരനിരയായി 5ാം ക്ലാസ്സിലുള്ളവർ 6ാം ക്ലാസ്സിലോട്ടും 6ാം ക്ലാസ്സിൽ നിന്നുള്ളവർ 7ാം ക്ലാസ്സിലോട്ടും 1 മുതൽ 7 വരെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിങ്ങേലിയിൽ പോവാം, CP സ്കൂളിൽ പോവാം. അങ്ങനെ 2-3 സ്കൂളുണ്ട് നമ്മുടെ ആ പരിസരത്ത് തന്നെ. ഏത് സ്കൂളിൽ വേണമെങ്കിലും പോകാം. പക്ഷേ ഏറ്റവും കൂടുതൽ പിള്ളേർ പോകുന്നത് ചിങ്ങേലി സ്കൂളിലേക്കാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചെടുത്ത് പറയുവാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് മോളെ 5ാം ക്ലാസ് തൊട്ടാണ് ആദ്യമായിട്ട് സ്കൂളിൽ വിടുന്നത് തന്നെ. അതുവരെ അവളെ സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ 5ാം ക്ലാസ് തൊട്ട് ഹുമാം സാറായിരുന്നു HM. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലേഡി ടീച്ചറാണ്, പേരറിയില്ല, പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ്. ഇതുവരെ ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, വിലയിരുത്തി നോക്കുമ്പോൾ നല്ലൊരു സ്കൂളാണ്. മാതൃക അധ്യാപകരാണ് അവിടെ ഉള്ളത്. നമ്മളെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി കുട്ടികളെ അത്രയും കെയർ ചെയ്ത്, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം നമ്മൾ മക്കളെ പഠിക്കുന്ന സ്കൂളിൽ നമുക്കൊരു പ്രത്യേകത കാണുമല്ലോ. നല്ല സ്കൂളാണ്. പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അഥവാ മനസ്സിലായില്ലെങ്കിൽ പിന്നെയും അവർക്ക് വേണ്ടുന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ടുന്ന നേതൃത്വം നൽകുന്ന HM-ഉം ആയമാർ സ്കൂൾ വണ്ടികളും എല്ലാ രീതിക്കും നല്ലൊരു സ്കൂൾ തന്നെയാണ് കേട്ടോ നമ്മളെ കടയ്ക്കൽ UPS. ദേവുട്ടി അങ്ങനെ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലോട്ട് വന്ന് ക്ലാസ് റൂമിൽ ഇരുത്തി ദേവുട്ടിയും കേട്ടോ. ദേവുട്ടിക്ക് സന്തോഷം, അതേ ചിരിയാണ് കേട്ടോ. അങ്ങനെ ആ കുരുന്ന് കണ്ടോ, അവൾ ഉറക്കം വന്നിട്ടും ഇങ്ങനെ ചെവിയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ദേവുട്ടിയെടുത്ത് HM, ഇതാണ് പുതിയ HM കേട്ടോ. HM വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, ദേവുട്ടിയെടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദേവുട്ടിക്ക് എല്ലാവരും സ്പെഷ്യലാണ് കേട്ടോ. അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്കുള്ള ഒരു ചിരിയും അവളുടെ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ട് തന്നെ ദേവുട്ടിയെ സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളവിടെ ഇരുത്തിയിട്ട് ഞാൻ ആ സ്കൂളിൻ്റെ പരിസരമൊക്കെ പിടിക്കണം. വലിയ സ്കൂളാണ് കേട്ടോ. നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് സ്കൂൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കൂൾ. ഞാൻ അവിടെ മോളെ ക്ലാസ്സിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ പരിസരമൊക്കെ ഇങ്ങനെ നടക്കും. കൊണ്ടുപോകുമ്പോഴേ സ്കൂളിൽ അവളെ ക്ലാസ്സിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ കൂടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യണം. മിക്കവാറും ഉച്ചവരെ ഇരുത്തത്തുള്ളൂ. പിന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകാറുമില്ല. സ്പെഷ്യൽ ടീച്ചറാണ് വരുന്നത്. പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ കുരുന്നുകൾ സന്തോഷത്തോടെ നിൽക്കണം. ചിലർ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. കരഞ്ഞ കുട്ടികൾക്ക് സമ്മാനവും ബലൂണൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അവർ ഓക്കെ ആയി. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം വന്നു. നമ്മളെ പണ്ടത്തെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു.
നമ്മളൊക്കെ കരഞ്ഞു വിളിച്ചിട്ടല്ലേ പോയേ, നമുക്കൊന്നും സമ്മാനമൊന്നും കിട്ടിയിരുന്നില്ല. പുത്തൻ ഉടുപ്പും ബാഗും ചെരുപ്പും കൂടെയൊക്കെ കിട്ടുമെന്നെങ്കിലും പിന്നെ ഞങ്ങളാ കഞ്ഞി വയ്ക്കണ ചേച്ചിമാരും ആയേക്കാണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. ദേവുവിന് സ്പെഷ്യലൊക്കെ വെച്ചിരുന്ന് എടുത്ത് കൊടുക്കും. അവരെ കണ്ട സന്തോഷമാണ്. സ്നേഹമല്ലടോ ഏറ്റവും വലുത് ലൈഫിൽ. നമ്മളൊരാളെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചാൽ മതി. ആ ചിരി സ്നേഹത്തോടെയാണെങ്കിൽ, ആ കണ്ണിൽ കരുണയുണ്ടെങ്കിൽ ആ ചിരി ഒരിക്കലും ആരും മറക്കില്ല. ദേവുട്ടിയുടെ ചിരിയാണ് എല്ലാവരുടെയും ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ. അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ ദേവുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു കാണാനിട്ട്. അവർ പറയുമായിരുന്നു. അങ്ങനെ ദേവുവിനെ അവിടെ ഒരു കസേരയിലോട്ട് കൊണ്ടുവന്നിരുത്തി അംബിക അമ്മമ്മ, ഉഷാമ്മ, ജലജയമ്മ, അങ്ങനെ അവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പായസം ഒരു പാത്രത്തിനകത്തൊക്കെ തന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ചു കുറച്ചു. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് വെളിയിലേക്ക് വന്ന് ജലജാമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറയുവാണ് അവൾ. ഞാൻ ടീച്ചർ അവിടെ സിൻസി അവിടെ പിടിച്ചിരുത്തുവാണ് അവൾ. അങ്ങനെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ട്. ദേവുട്ടി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ദേവുട്ടി നാളെ തൊട്ട് 7ാം ക്ലാസ്സിലാണ്. ഉച്ചവരെ ഇരുത്തത്തുള്ളൂ കേട്ടോ, വൈകുന്നേരം വരെ ഇരിക്കില്ല. അങ്ങനെ പിന്നെ എല്ലാവരെയും കണ്ടു. സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സന്തോഷം ഞാനിവിടെ പകർത്തിയതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്രത്യേകിച്ച് എൻ്റെ മോളെ വീഡിയോ, അവൾക്ക് ഭയങ്കര വിഷമമാണ്. അവളുടെ വീഡിയോ ആരും കാണുന്നില്ല, അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചുമ്മാതെങ്കിലും ദേവൂട്ടിന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്നുമില്ല, എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ്. നമ്മുടെ സ്കൂളാണിത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ പെയ്തായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയപ്പം നല്ല മഴയായി. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.